സൗമ്യ കേസിലെ വിധിയിൽ ഉടൻ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നും സൗമ്യയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് മനസാക്ഷിയുള്ളവരെ ഞെട്ടിക്കുന്നതെന്നും സൗമ്യയുടെ അമ്മയെ നേരിൽ കാണുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കെ.ജി. ദിനകർ ചേരുകയാണ്. ദിനകർ, ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാകുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്? സൗമ്യയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ ഇന്ത്യയിൽ തന്നെ ലഭിക്കാവുന്ന ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരുടെ സേവനം ലഭ്യമാക്കും. വിചാരണ കോടതിയും ഹൈക്കോടതിയും കേസിന്റെ എല്ലാ വശങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചാണ് വിധി പറഞ്ഞത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗോവിന്ദച്ചാമിയുടെ കുറ്റകൃത്യം സംശയാതീതമായി തെളിയിക്കപ്പെട്ടതാണ്. എന്നാൽ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം വിചാരണ കോടതിയിലടക്കം തെളിവായി അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളെ അവിശ്വസിക്കും വിധമുള്ളതാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിരിക്കുന്നത് ശിക്ഷയാകുന്നില്ല, സാമാന്യ ബുദ്ധിക്ക് അംഗീകരിക്കാൻ വിഷമമുള്ളതും മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന ആരെയും ഉത്കണ്ഠപ്പെടുത്തുന്നതുമാണ് വിധിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ശിക്ഷാവിധി പര്യാപ്തമല്ലെന്ന സൗമ്യയുടെ അമ്മയുടെയും സമൂഹത്തിന്റെയും ചിന്ത ന്യായമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആ വികാരം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നീതി ഉറപ്പാക്കാൻ പുനഃപരിശോധനാ ഹർജി ഉടൻ നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സൗമ്യയുടെ അമ്മയെ താൻ നേരിൽ കാണുമെന്നും നീതി ലഭ്യമാക്കാൻ പഴുത്ത കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗോവിന്ദച്ചാമിമാർ സമൂഹത്തിൽ സ്ത്രീകൾക്കാകെ ഭീഷണി ഉയർത്തും വിധം വിഹരിക്കുന്നതിന് തടയിടാൻ സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സൗമ്യയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ എല്ലാ രീതിയിലും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിന് ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും അതോടൊപ്പം ഗോവിന്ദച്ചാമിമാർക്ക് രക്ഷയില്ലാത്ത വിധം എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി.